അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷിപ്പൊക്കെ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഷിപ്പ്. മുമ്പ് ഭാഗം ഞാൻ കാണിച്ചു തരാം. അടിയിൽ സോംബിയൊക്കെ. ഇതാണ് മുമ്പ് ഭാഗം. വലിയ രസമൊന്നുമില്ലാമേ. അയ്യോ, അടിക്കുന്നു. ആരോ താഴെ വന്നിട്ടുണ്ട്. അവരെയും കൂടി രക്ഷിക്കണം. ആര്? പൂച്ചാണ്ടി ഗാങ്സ്. നമ്മൾ ഇന്നലെ ചൂടാക്കാൻ വെച്ച ഫുഡായിരുന്നു. റെഡിയായി. അപ്പോൾ നമ്മുടെ ഫാർമൊക്കെ എങ്ങനെ ആയിട്ടുണ്ട്? ഞാൻ ഫാർം ഇവിടെ എങ്ങനെയോ സെറ്റപ്പ് ആക്കിയതാണ്. വില്ലേജേഴ്സ് കൊണ്ടുവന്നതാണ്. ഇവർക്ക് ബോട്ടിൽ വരാൻ ഭയങ്കര മടി. ഒരുത്തനെ കൊന്നുപോയി ഞാൻ. കണ്ടോ, ഇതായിരുന്നു പഴയത്. ഇത് പുതിയത്. പിന്നെ നെതറിലൊന്നും പോകാൻ പറ്റില്ലായിരിക്കും. ഷിപ്പിലായിരിക്കും നമ്മുടെ ഇനിയത്തെ ഗെയിം പ്ലേ ഒക്കെ. നമ്മളിവിടെ കുടുങ്ങി. നമ്മുടെ ഫാർമിലാകെ ഇത് മാത്രമേ വളർന്നിട്ടുള്ളൂ. ബാക്കി ഇത് മൊത്തം വാട്ടർ മെലണ്, ഇത് മൊത്തം വീറ്റ്. നമുക്ക് നമ്മുടെ വില്ലേജിൽ പോയി നോക്കാം ഗൈസ്. അവിടെയാണെങ്കിൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് പോ. നമ്മൾ കൈ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതായിരുന്നു പണ്ടത്തെ നമ്മുടെ വീട്. ഇതായിരുന്നു നമ്മുടെ മൈനിങ്. എൻ്റർ പോർട്ടൽ. വെറുതെ പോവാം ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ദൂരം പോയായിരുന്നു. ഇവരോട് ട്രേഡ് ചെയ്യണമെങ്കിൽ ഗോൾഡ് ഇല്ല. ഒന്നത്തെ അടിയായി. എന്താ ഇതെന്താന്ന് എനിക്കറിയില്ല. മൈൻഡ് ചെയ്യാം. എന്തോ ലെവലൊക്കെ കിട്ടുന്നുണ്ട്. എന്തോ സംഭവം എനിക്കറിയില്ല. വേറെ എവിടെയാണ്? നമ്മുടെ ഇതിനകത്ത് 4 പ്ലേയേഴ്സും കണ്ടിട്ടുണ്ട്. അവർ തന്നെ എന്നെ മൾട്ടിപ്ലെയറിലേക്ക് വിളിച്ചതാണ്. ഇപ്പം അവസാനം എൻ്റെ വേൾഡിലേക്കായി എല്ലാവരും. ഇത് അത്യാവശ്യം കുറച്ചെടുത്തേക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉപകാരം വരും. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് അറിയുവാണെങ്കിൽ ഒന്ന് പറയണേ. എനിക്കറിയില്ല. പണ്ടെപ്പോഴും അങ്ങാണ്ട് മൈൻക്രാഫ്റ്റ് കളിച്ചതിൻ്റെ ഓർമ്മകളിലൂടെ കുറേ ലെവലൊക്കെ കൂടുന്നുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാ പ്ലേസിലും കിട്ടുന്നുണ്ട്. എന്താ ഉണ്ടാക്കാൻ പറ്റുക? ഇതെന്താ? ബ്ലോക്ക് ഓഫ് കോഡ്സ്. ഇത് കോഡ്സ് ക്രിസ്റ്റലാണ്. അങ്ങനെ പറ. അത്യാവശ്യം വേണം. ഈ പന്നികളെ എനിക്കിഷ്ടമല്ല. നമ്മുടെ അവിടുത്തെ പന്നികൾ അതിനെക്കാട്ടും നല്ലത്. അയ്യോ, നമ്മളിപ്പോൾ ചാവും. അവരൊക്കെ എന്നെ വിട്ടിട്ട് പോയാ?
ആകെ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുള്ള എൻ്റെ അനിയത്തി. അയ്യോ ആരാ? നമ്മൾ ചത്തു. എൻ്റെ റിപ്പോർട്ടറ് അവിടെ എത്തുമ്പോഴത്തേക്കും ചാവാണ്ടിരുന്നാൽ മതി. അവരെന്തിനാ നമ്മളെ അടിച്ചേ? എന്തിനാ നമ്മളെ അടിച്ച്? ഒന്നും കൂടി പോണം. വേണ്ട, റിസ്ക് എടുക്കണ്ടല്ലോ. അവനവിടെ വെറുതെ നിൽക്കുമായിരുന്നു, അപ്പോഴാണ് അവരെന്നെ ഒന്ന് അടിച്ച്. ഈ ക്യാമ്പ് ഫയർ വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റില്ല എന്നാണ്. അതിൻ്റെ സാധനങ്ങൾ മാത്രമേ കിട്ടൂ. അപ്പം നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് പോവാണ്. പിന്നെ എന്താ ചെയ്യുക ഇന്ന്? ഭയങ്കര കളിച്ചു മടുത്തു. പുതിയ വല്ല ഗെയിമും കിട്ടുവാണെങ്കിൽ അതും കളിക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ് ഉണ്ടാക്കും. ഈ വീഡിയോയിൽ ഞാൻ പണിത ഷിപ്പ് കാണിക്കാൻ വന്നായിരുന്നു. രണ്ടെണ്ണേ കിട്ടിയുള്ളൂ, 2 കൂടുതൽ കിട്ടിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരും എന്ന് ഞാൻ പറയും. ഈ പൂച്ചകളെ കൊണ്ട് ഒരു ശല്യമല്ലോ. ഇപ്പം നമ്മളിവിടെ നിർത്തുകയാണ്.